അൻപോട് കൺമണി നമ്മുടെ ലിജു തോമസ് സംവിധാനം ചെയ്ത പുതിയ ചിത്രം. അർജുൻ അശോകനും അനഘ നാരായണനും മുഖ്യ കഥാപാത്രമായിട്ട് അവതരിപ്പിച്ച ചിത്രത്തിൻ്റെ പേരാണ് അൻപോട് കൺമണി. ഈ പേര് കേട്ടപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു സംഗീതാത്മകമായ അൻപോട് അല്ലേ, അൻപോട് ചേർത്തും കൺമണി ചേർത്തും ഒത്തിരി പാട്ടുകളുള്ളത് കൊണ്ടാകാം നമുക്ക് ഈ സംഗീതത്തെ കൂട്ടുപിടിക്കാൻ എനിക്ക് തോന്നുന്നത്. ഒരു പ്രത്യേക ലാളിത്യമുള്ളൊരു പേര് തന്നെയാണ് അൻപോട് കൺമണി. ആ പേര് പോലെ തന്നെ മൃദുലവും ലാളിത്യവും ചറിഞ്ഞ ഒരു ചെറിയൊരു കഥ പറഞ്ഞേക്കുന്ന രീതിയാണ്. വലിയ ഹൈപ്പൊന്നുമില്ല, കുട്ടിഘോഷിക്കുന്ന ഫാൻസുകാരുടെ ഘോഷയാത്രയൊന്നുമില്ല, ഇല്ലാതെ ഒരു ചെറിയ ചിത്രം എങ്ങനെ പറയാൻ പറ്റുന്നു എന്നുള്ളതാണ് നമ്മൾ ഈ ചിത്രം കാണിച്ചു തരുന്നത്. ഇതിലെ കഥ അനീഷ് കൊടുവള്ളിയുടെ രചനയാണ്. എനിക്ക് തോന്നുന്നു അനീഷ് കൊടുവള്ളി ഈ രചന ചെയ്തപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് എല്ലാവർക്കും നമുക്ക് എന്തോന്ന് ചെയ്യാവുന്ന ഒരു കഥയാണ് എന്ന് എനിക്ക് അർത്ഥമില്ല. കാരണം മനുഷ്യ ജീവിതത്തിൽ എല്ലാവർക്കും സംഭവിക്കാവുന്ന കാര്യമാണെന്നൊന്നും എനിക്കില്ല. പക്ഷേ ചിലർക്ക് അത് പ്രത്യേകം നോട്ട് ചെയ്യാനും അതിലേക്ക് ഉള്ളിൽ നമുക്ക് അത് മനസ്സിലാവുകയൊക്കെ ചെയ്യും. അത് ആ രീതിയിലൊക്കെ ഓരോ ജീവിതത്തിൻ്റെ ഓരോ മേഖലയിലുമേ നമ്മൾ ചെന്നെത്തുന്ന ചില പ്രയാസമേറിയ ഘട്ടങ്ങളുണ്ട്. അതിലേക്ക് നമ്മൾ ഇറങ്ങി ചെല്ലുമ്പം അതുപോലൊരു കഥ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഉൾക്കൊള്ളാൻ പറ്റും. പക്ഷേ അത് കേട്ടിരിക്കുന്നവന് പക്ഷേ അത്രമേൽ ഉൾക്കൊള്ളാൻ പറ്റത്തില്ല, കാരണം അവൻ അനുഭവിച്ചിട്ടില്ല. അതാണ് ഈ കഥയ്ക്കുള്ള പ്രത്യേകത. അർജുൻ അശോകൻ എന്ന് പറയുന്ന നകുലൻ്റെ കഥാപാത്രം ഇതിൻ്റെ വിവാഹത്തോടാണ് ഈ ചിത്രം തുടങ്ങുന്നത്. അതിനുശേഷം ഉണ്ടാകുന്ന, നമ്മൾ പണ്ടുകൊട്ടേ കേട്ടിട്ടില്ലേ, കല്യാണം കഴിക്കുന്നിടം വരെ എന്താ കല്യാണമൊന്നും ആയില്ലേ എന്ന് ചോദിക്കുന്ന നാട്ടുകാർ, കല്യാണം കഴിച്ചു കഴിഞ്ഞതിന് ശേഷം പിന്നെ വിശേഷങ്ങളൊന്നുമില്ല എന്ന് ചോദിക്കുന്ന നാട്ടുകാരും വീട്ടുകാരും എല്ലാം വിശേഷം ഒന്നും ആയില്ലേ എന്ന് ചോദിക്കുന്നത്. അങ്ങനെ ചിന്താഗതികൾ ഓരോന്നും മാറിക്കൊണ്ടേ. എനിക്ക് തോന്നുന്നു കല്യാണം കഴിച്ചില്ലെങ്കിൽ കല്യാണമൊന്നും ആയില്ലേ എന്ന് പറയുന്നത്, എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ഇതനുഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ അമ്മമാരാണെന്ന് തോന്നുന്നു. പെൺപിള്ളേർ കല്യാണം കഴിച്ചില്ലെങ്കിൽ അമ്മമാർ വിളിക്കും, മോടെ കല്യാണമൊന്നും ആയില്ല, എന്തേ നിങ്ങൾ നോക്കുന്നില്ലേ എന്ന് ചോദിക്കും. അത് കല്യാണം കഴിച്ച് വിശേഷമൊന്നും ആയില്ലെങ്കിൽ ഈ അമ്മയോട് തന്നെ ചോദിക്കും, എന്തേ നോക്കുന്നത്. ഈ വീട്ടുകാരുടെയും നാട്ടുകാരുടെയും കൂട്ടുകാരുടെ എല്ലാം എന്തോന്നിൽപ്പെട്ട ഒരു ഉള്ളിലുന്ന ഒരു അമ്മയുണ്ട്. അമ്മയെന്ന് പറഞ്ഞാൽ രണ്ട് കഥാപാത്രങ്ങൾ, ഒന്ന് പെൺകുട്ടിയുടെ അമ്മ അല്ലെങ്കിൽ ഭർത്താവിൻ്റെ അമ്മ, മറ്റൊന്ന് ആ സ്ത്രീ തന്നെ. കല്യാണം കഴിക്കുന്നതിന് ചോദിക്കുന്നു, പുരുഷന്മാരെക്കാൾ കൂടുതൽ വിശേഷ സ്ഥലങ്ങളിലൊക്കെ പോകുമ്പം നമ്മൾ കേൾക്കുന്ന ഒറ്റവരെ കല്യാണം കഴിച്ച് കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞ് വിശേഷമൊന്നുമില്ലേ, ആരും കാണിക്കുന്നില്ലേ, ആർക്കാണ് കുഴപ്പം, എന്താ നിങ്ങൾ ഇങ്ങനെ ഇരുന്നാൽ മതിയോ, ഇന്നടത്തൊരു ഡോക്ടറുണ്ട്, അല്ലെങ്കിൽ ഇന്നടത്തൊരു വൈദ്യനുണ്ട് എന്ന് സ്ഥിരമായിട്ട് ഉപദേശം തരുന്ന ഒത്തിരി ആൾക്കാർ നമ്മളെ ഇടയിലുണ്ട്. എന്നിട്ട് എന്തോ ഒരു സന്തോഷമാണ് ഇവർക്ക് നേരിടുന്നത്, ഒരു പ്രത്യേക സന്തോഷം. ഇങ്ങനെ ചോദിക്കുന്നവർക്കൊരു സന്തോഷമാണ്, അവരുടെ മനസ്സിനൊരു സന്തോഷമാണ്. പക്ഷെ കേൾക്കുന്നവരെ സംബന്ധിച്ച് ഇത് സന്തോഷത്തിന് വകയല്ല, അവരുടെ ഉള്ളു വിങ്ങുകയാണ്. ഇപ്പം നമ്മളൊരു കല്യാണം കഴിഞ്ഞ ഒരു വ്യക്തിയെ കണ്ടു കഴിയുമ്പം കുട്ടികളൊന്നും ആയില്ലേ, എന്താ വല്ല കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചു കഴിയുമ്പം എന്തോ ഒരു ഭയങ്കര ഞങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല എന്നുള്ള രീതിയിലാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇത് കല്യാണം കഴിച്ചിട്ട് കുട്ടികളൊന്നും ഇല്ലാത്തവരോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്കുണ്ടാകുന്ന മാനസികമായിട്ടൊരു വിഷമമുണ്ട്. അത് അനുഭവിച്ചത് മാത്രമേ മനസ്സിലാകത്തുള്ളൂ. ഞാൻ ഈ കഥയുമായിട്ട് ഒത്തിരി ചേർന്ന് നിന്നു എന്നുള്ള നമ്മുടെ ജീവിതത്തിന് ഇങ്ങനെ ഒരു കഥയുണ്ടായിരുന്നു. കാര്യം കല്യാണം കഴിച്ചു കഴിഞ്ഞ് വർഷങ്ങളോളം ഒന്നും ശരിയാകാതെ കുട്ടികളൊന്നും ഉണ്ടാകാതെ 12 കൊല്ലത്തിന് ശേഷമാണ് നമുക്കൊരു കുഞ്ഞ് ജനിക്കുന്നത്. അപ്പോൾ ആ വിഷമങ്ങളെല്ലാം ഉൾക്കൊള്ളാൻ നമുക്ക് പറ്റും. ഏത് തരത്തിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നു, എനിക്ക് തോന്നുന്നു മാനസികമായിട്ട് ഒരു വല്ലാത്ത അവസ്ഥയിലേക്ക് നമുക്ക് വിവാഹങ്ങളിൽ പോകാൻ തോന്നത്തില്ല, അതുപോലെ ആഘോഷ പരിപാടിയിൽ പോകാൻ പറ്റില്ല, ഒരു അമ്പലത്തിൽ പോകാൻ തോന്നത്തില്ല, ഒന്നിനും പോകാൻ തോന്നില്ലാത്തൊരവസ്ഥയാണ്. കാരണം ആൾക്കാരുടെ ചോദ്യമാണ്,
അവരെ സംബന്ധിച്ച് ഏതെങ്കിലുമൊക്കെ ചോദിച്ച് നമ്മളെ ബുദ്ധിമുട്ടിപ്പിക്കുക എന്നുള്ള ഒരു ശീലമുണ്ട്. പ്രത്യേകിച്ച് കുഞ്ഞിൻ്റെ കാര്യം പറഞ്ഞു. അത് കല്യാണം കഴിച്ചവരെ സംബന്ധിച്ച് എപ്പോഴും കേൾക്കുന്ന ഒരു കാര്യമാണ്. അവരെ സംബന്ധിച്ച്, നാട്ടുകാരെ സംബന്ധിച്ച് ചോദിക്കുകയാണ്, കുത്തി ചോദിക്കുക. എനിക്ക് തോന്നുന്നു ഇന്നത്തെ കാലത്ത് കുട്ടികൾ വൈകി ഉണ്ടാകുന്നത് ഒത്തിരി ഒരു പ്രശ്നമായിട്ട് മാറിയിരിക്കുകയാണ്. കുട്ടികളുടെ എണ്ണം കുറയുന്നു, അതുപോലെ കുട്ടികൾ ജനിക്കേണ്ട സമയത്ത് ജനിക്കുന്നില്ല. എന്നാലും ഒരു വല്ലാത്ത അവസ്ഥയിലേക്കാണ് കടന്നു പോകുന്നത്. അതുകൊണ്ട് ഭൂരിപക്ഷം ആൾക്കാരെ, ഒന്നുമില്ലെങ്കിൽ നമുക്കുണ്ടായിട്ടില്ലെങ്കിൽ നമ്മളുടെ പരിചയക്കാരെ അല്ലെങ്കിൽ നമുക്ക് അറിയപ്പെടുന്നവർക്കൊക്കെ ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകും അല്ലേ. അതിലൂടെ കണക്ട് ചെയ്യാൻ ഈ ചിത്രത്തിന് കഴിഞ്ഞിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. ഈ ചിത്രത്തിൻ്റെ ഞാൻ പറഞ്ഞില്ലയോ, കല്യാണം കഴിച്ചു, പിന്നെ ഇവർ ആ കല്യാണം കഴിച്ച് ഒരു കുട്ടി ഉണ്ടാകുന്നിടം വരെ അവരനുഭവിക്കുന്ന ചില വേദനകൾ, പ്രയാസങ്ങൾ. എനിക്ക് തോന്നുന്നു നമ്മുടെ അർജുൻ അശോകൻ എന്ന് പറയുന്ന നടനെ സംബന്ധിച്ച് എനിക്ക് തോന്നുന്നു ഒരു സാധാരണക്കാരനായ ഒരു കഥാപാത്രം, ഈ നാട്ടുപുറത്തൊക്കെ കാണുന്ന ഒരു സാധാരണ കഥാപാത്രമായിട്ട് അർജുൻ അശോകൻ എന്നും തിളങ്ങിയിട്ടുണ്ട്. ഈ റോളും അദ്ദേഹം ആയാസമായി കൈകാര്യം ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന് അഭിനയിച്ച് പാലിപ്പിക്കാൻ പറ്റിയ റോളുകളൊന്നും അല്ലെങ്കിലും അദ്ദേഹം കുഴപ്പമില്ല, മികച്ച ഒരു പ്രകടനം തന്നെ കാഴ്ചവെച്ചിട്ടുണ്ട് എന്ന് തന്നെ എനിക്ക് തോന്നുന്നു. പക്ഷേ എടുത്തു പറയേണ്ടത് അനഘ നാരായണൻ എന്ന ആ വ്യക്തിയുടെ. അനഘ ആദ്യമായിട്ടാണോ ചിത്രങ്ങളിൽ അഭിനയിക്കുന്നതെന്ന് എനിക്കറിയില്ല, ഞാൻ കണ്ടിട്ടില്ല. അനഘ നാരായണൻ ആ റോള് വളരെ ഗംഭീരമായിട്ട്, എനിക്ക് തോന്നുന്നു ഈ ചിത്രത്തെ മുന്നോട്ട് നയിക്കുന്നത് അനഘ നാരായണൻ്റെ ആ പ്രകടനമാണെന്ന് തോന്നുന്നു. കാരണം അത്രമേതൊരു മിതത്വമായിട്ട് എല്ലാം ഉൾക്കൊണ്ട് ഒരമ്മയുടെ ഒരു ഭാര്യയുടെ തീവ്രത മൊത്തം മനസ്സിൽ ഉൾക്കൊണ്ട് അതുപോലെ ഉള്ളിലൊതുക്കി ജീവിക്കുന്ന ഒരു കഥാപാത്രം, അത് വളരെ മനോഹരമായി അനഘയ്ക്ക് കൈകാര്യം ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഒത്തിരി നാളിന് ശേഷമാണ് സ്ത്രീ പ്രാധാന്യത്തിൽ ഒരു ചിത്രം നമുക്ക് സന്തോഷം നൽകുന്നത്. അതുപോലെ ഞാൻ പറഞ്ഞില്ലേ, ഇതിലെ സാമുവൽ എബിയാണ് സംഗീതം കൊടുത്തിരിക്കുന്നത്, സരിൻ രവീന്ദ്രൻ ഛായാഗ്രഹണം. ഇതൊന്നും സാധാരണ ഒരു കുടുംബ പശ്ചാത്തലത്തിൽ, ഇതിൻ്റെ ആകത്തുക എന്ന് പറയുന്നത് ചിത്രത്തിലെ കഥയും കഥാപാത്രങ്ങളുമെല്ലാം പശ്ചാത്തലത്തിലെ ലാളിത്യം പോലെ തന്നെ ഓരോ ഫ്രെയിമിലും നിറഞ്ഞു നിൽക്കുന്നു എന്ന് പറയാം. അപ്പം കാരണം എന്ന് പറയുന്നത് നമ്മൾ ഇഷ്ടപ്പെടുന്ന ഇങ്ങനെയുള്ളൊരു കഥ എനിക്ക് തോന്നുന്നു ഒരു ഗ്രാമീണ പശ്ചാത്തലത്തിലൊക്കെ പറഞ്ഞു പോകുമ്പം അതിനുണ്ടാകുന്ന ഒരു ലാളിത്യമുണ്ട്, അതിനുണ്ടാകുന്നൊരു മനോഹാരിതയുണ്ട്, അതിനുണ്ടാകുന്നൊരു കുളിർമയുണ്ട്. അതല്ല ഈ ചിത്രത്തിൻ്റെ ഓരോ ഫ്രെയിമും നമ്മൾ കാണിച്ചു തരുന്നുണ്ട് എന്നുള്ളതാണ്. ആ പശ്ചാത്തലം, ആ കഥ പറയുന്ന ഉണ്ടാകുന്ന അതിലെ പശ്ചാത്തലം അത് നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. അത്ര മനോഹരമായി ഇതെടുക്കാൻ ഇവർക്ക് കഴിഞ്ഞിട്ട്. അതുപോലെ ഇതിലെ കഥാപാത്രങ്ങളെ നമ്മൾ എടുത്തു പറയുവാണെങ്കിൽ അൽത്താഫ് സലീം, മാലാ പാർവതിയുണ്ട്, ഉണ്ണി രാജ, നവാഫ്, ജോണി ആൻ്റണി, ഒത്തിരി കഥാപാത്രങ്ങളുണ്ട്. പക്ഷേ ചില സിനിമയിലുണ്ട് കഥാപാത്രങ്ങളൊക്കെ ഒത്തിരി വന്നു പോകും. പക്ഷേ ഇതിനകത്തെ കഥാപാത്രങ്ങളെല്ലാം ആ കഥാപാത്രത്തിന് അനുയോജ്യമായ കഥയ്ക്ക് കുഴപ്പമില്ലാത്ത രീതിയിൽ വന്നു പോകുന്ന കഥാപാത്രം. അവർക്കെല്ലാം തന്നെ അവരുടേതായ റോളുകൾ വളരെ ഭംഗിയായിട്ട് അവതരിപ്പിക്കാൻ ഇവർക്കെല്ലാം കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. അമ്മ കഥാപാത്രങ്ങൾ എല്ലാം തന്നെ വളരെ മികച്ച പ്രകടനം തന്നെ കാഴ്ചവെച്ചിട്ടുണ്ട്. ഒരാൾ മറ്റൊരാളെക്കാൾ മോശമാണെന്ന് പറയാനില്ല, എല്ലാവരും ഈക്വലായിട്ട് കഥാപാത്രത്തെ ഉൾക്കൊണ്ടുകൊണ്ട് അഭിനയിക്കാൻ പറ്റിയിട്ടുണ്ട് എന്നാണ് ഈ അൻപോട് കൺമണി എന്ന് പറയുന്ന ചിത്രത്തെപ്പറ്റി എനിക്ക് പറയാനുള്ളത്. നമ്മൾ പറഞ്ഞു വന്ന വിവാഹത്തോടെ തുടങ്ങി, വിവാഹം കഴിഞ്ഞുണ്ടാകുന്ന ജീവിതത്തിൽ ഉണ്ടാകുന്ന ചില സംഭവങ്ങൾ, അതിന് ശേഷം ഒരു ശുഭമായ പര്യവസാനം ആണ് ചിത്രം പറയുന്നത്. ഇത് പണ്ട് നേരത്തെ ഈ കഥ വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ ചിത്രങ്ങളിലൊക്കെ സ്ഥിരമായിട്ട് വരുന്നൊരു പ്രമേയമാകാം, എനിക്കറിയില്ല. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ, ഓരോ മനുഷ്യനും അവൻ്റെ അനുഭവങ്ങൾ വ്യത്യസ്തമാണ്. അപ്പം നമ്മൾ ഈ അനുഭവം നമ്മൾ അനുഭവിച്ചുകൊണ്ടാണ് നമുക്ക് പെട്ടെന്ന് ഇത് ലിങ്കാകുന്നത്.
ആ കഥയിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ പറ്റുന്നത്. പക്ഷേ വേറെ ഒരാൾക്ക് അത് അനുഭവിക്കണമെന്നില്ല കേട്ടോ. പെട്ടെന്ന് വിവാഹം കഴിച്ച് പെട്ടെന്ന് കുട്ടികളുണ്ടാകുന്നവർക്ക് ചിലപ്പോൾ ഈ കഥയുമായിട്ട് ലിങ്കാവാൻ വലിയ പാടായി. അല്ലെങ്കിൽ വിവാഹം കഴിക്കാത്തവർക്ക് എനിക്ക് തോന്നുന്നു കുടുംബ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുന്നൊരു ചിത്രം തന്നെയാണ്. അവർക്ക് ഇഷ്ടപ്പെടുന്നൊരു ചിത്രം തന്നെയായിരിക്കും അൻപോട് കൺമണി. പക്ഷേ കല്യാണം കഴിക്കാത്ത ടീനേജ് ചെറുപ്പക്കാരുടെ ഇടയിൽ ഈ ചിത്രം എന്തുമാത്രം അവരെ ഉൾക്കൊള്ളാൻ പറ്റുമെന്നുള്ളത് എനിക്ക് സംശയമാണ്. കാരണം അവർക്ക് ഇങ്ങനെയുള്ള സാഹചര്യങ്ങളോ ഇങ്ങനെയുള്ള കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് അവർക്ക് ഇച്ചിരി കഥയുമായിട്ട് ഇറുകിച്ചേരാൻ ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ ഫാമിലി ഓഡിയൻസിന് വളരെയധികം ഇഷ്ടപ്പെടുന്നൊരു ചിത്രമാണ്. ഞാൻ പറഞ്ഞില്ലേ, വലിയ അവകാശവാദങ്ങളൊന്നും ഇല്ല. പക്ഷേ ലാളിത്യത്തിൽ മിതത്വത്തിൽ എല്ലാം തന്നെ ഒരു കുഞ്ഞു ചിത്രം നമ്മളെ 2 മണിക്കൂർ രസിപ്പിക്കുമെന്ന് പറഞ്ഞാൽ വലിയ പൊട്ടിച്ചിരി വഹിക്കുന്ന മുഹൂർത്തങ്ങളോ മാസ് ഡയലോഗുകളിലോ ഒന്നും അകമ്പടിയില്ലാതെ ഒരു സാധാരണ നാട്ടുമ്പുറത്തുകാരൻ്റെ ഒരു കഥ പറയുന്ന ഒരു ചിത്രം. ഇങ്ങനെയുള്ള ചിത്രങ്ങൾ വിജയിക്കട്ടെ. എല്ലാവരും പോയി കാണുക. അപ്പോൾ മറ്റൊരു വിശേഷവുമായി വീണ്ടും എത്താം. ഓക്കെ.